ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. പ്രാർത്ഥനയോടെ ഒരു വചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 8 വാക്യം 36. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. വീണ്ടും ജീസസ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ ആത്മീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മർത്യന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം തന്നെ ജീവിതമെന്ന കവിത വായിച്ചിട്ടുള്ളത് ഓർക്കുകയാണ്. മനുഷ്യന് മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും സകല ജീവചരാചരങ്ങൾക്കും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം. ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ആ പട്ടിക എത്രയും വലുതാണ്. ഇതിലുപരിയാണ് ആത്മീയ സ്വാതന്ത്ര്യം. ഈ ആത്മീയ സ്വാതന്ത്ര്യം എന്ന വിഷയം നാം ധ്യാനിക്കുമ്പോൾ ആത്മീയമായ അടിമത്തം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. പാപമാണ് മനുഷ്യനെ അടിമത്തത്തിലാക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ ഇച്ഛിക്കുന്നത്, ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് മനുഷ്യൻ്റെ ബലഹീനത. നാം നന്മയെ തിരയുന്നു, നന്മയെ അന്വേഷിക്കുന്നു, നന്മ ആഗ്രഹിക്കുന്നു, പക്ഷേ നമുക്ക് ആ നന്മയിൽ തുടരുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു ബന്ധനമാണ്, ഇതൊരു ദാസത്വമാണ്, ഇതൊരു അടിമത്തമാണ്. ഈ അടിമത്തത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണ്, അഥവാ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണ് ദൈവപുത്രൻ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഒരു കഥ ഇപ്രകാരം വായിച്ചു കേൾക്കുവാനിടയായി. ഒരു സർക്കസ് കമ്പനിക്കാർ മൃഗവേട്ടക്കാരുടെ കയ്യിൽ നിന്നും ഒരു കരടിയെ വാങ്ങി കാട്ടിൽ നിന്നും പിടിച്ച ശേഷം മെരുക്കിയെടുക്കുവാനായി കുറേ കാലം അതിനെ കൂട്ടിൽ തന്നെ അടച്ചിട്ടു. കൃത്യസമയങ്ങളിൽ അതിന് ആഹാരവും വെള്ളവും എത്തിച്ചു കൊടുത്തു. ആദ്യമൊക്കെ കൂട് തകർത്ത് വെളിയിൽ വരുവാനുള്ള വ്യഗ്രതയിൽ ആ കരടി വളരെയധികം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ നിരന്തരമായ ആ കൂട്ടിലുള്ള ജീവിതം അതിന് അവിടെ പൊരുത്തപ്പെട്ടു പോകുവാൻ ഉള്ള ഒരവസ്ഥയൊരുക്കി. കൂട്ടിൽ നിന്നും പുറത്തു വരാനുള്ള പരിശ്രമം വിജയിക്കാതെ വന്നപ്പോഴാണ് ആ കരടി അതിനകത്ത് പൊരുത്തപ്പെട്ട് പോകാനുള്ള ആ ഒരു അവസ്ഥയിലെത്തുവാനിടയായത്. ഇപ്പോൾ ആ കരടിയുടെ അവസ്ഥ എല്ലാ സമയവും അത് അല്പം മുമ്പോട്ടും അല്പം പുറകോട്ടും, അതിന് മാത്രമേ ആ ഇരുമ്പഴിക്കുള്ളിൽ അതിന് സ്ഥലമുണ്ടായിരുന്നുള്ളൂ. അല്പം മുമ്പോട്ട് പോകും, അല്പം പുറകോട്ട് പോകും. ഈ വിധത്തിൽ ഇരുമ്പഴിക്കുള്ളിലെ ജീവിതവുമായി അത് പൊരുത്തപ്പെട്ടു. കാരണം ഈ സർക്കസ് കമ്പനിക്കാർ അതിന് സമയാസമയം ആഹാരം എത്തിച്ചു കൊടുത്തു. അത് ഭക്ഷിക്കും, അല്പം അങ്ങോട്ട് പോകും, അല്പം ഇങ്ങോട്ട് പോകും, അഥവാ മുമ്പോട്ടും പുറകോട്ടും അത് സഞ്ചരിച്ച് അത് അവിടെ അങ്ങനെ പൊരുത്തപ്പെട്ടു. ഈ അവസ്ഥയിലായിരിക്കുമ്പോഴാണ് സർക്കസ് കമ്പനിക്കാർ ഈ കരടിയെ വാങ്ങുവാനിടയായത്. അവർ അതിനെ ആ കൂട്ടിനുള്ളിൽ നിന്നും പുറത്തിറക്കി അതിനാവശ്യമായ പരിചരണം നൽകുവാൻ, അഥവാ പരിശീലനം നൽകുവാൻ, ഈ സർക്കസ് കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ആവശ്യമായ ക്രമീകരണം ചെയ്യുവാൻ ആരംഭിച്ചു. പക്ഷേ അതൊരിക്കലും ആ സർക്കസ് കമ്പനിക്കാർക്ക് വഴങ്ങിയില്ല എന്നുള്ളതാണ്. ദീർഘ നാളുകൾ
ആ കൂട്ടിനുള്ളിൽ മുമ്പോട്ടും പുറകോട്ടും മാത്രം ചില അടികൾ സഞ്ചരിച്ച് അത് അഡ്ജസ്റ്റായി പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സർക്കസ് കമ്പനിക്കാർ അതിന് എത്ര തന്നെ പരിശീലനം നൽകിയിട്ടും അത് അല്പം മുമ്പോട്ടും അല്പം പുറകോട്ടും മാത്രം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അതുമാത്രമല്ലാതെ സർക്കസുകാർ പരിശീലിപ്പിച്ച യാതൊരു പരിശീലന മുറകൾക്കും അത് തയ്യാറായിരുന്നില്ല. നമ്മിൽ പലരും ജീവിതത്തിൽ ഇതുപോലെ ഉള്ള അവസ്ഥയിൽ അഡ്ജസ്റ്റായി പോകുന്നവരാണ്. ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിനായി ഒരു മാറ്റം അത്യന്താപേക്ഷിതമാണ്. അതെ, ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിനായി ഒരു മാറ്റം അത്യന്താപേക്ഷിതമാണ്. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനങ്കലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനങ്കലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്.